ഇനി പറിക്കൂ, ആയിരിക്കും വേണ്ട, കണ്ട പാവങ്ങൾ. ഒണ്ടോമ്പുളി കണ്ടിട്ടുണ്ടോ? ഇതാണ് ഒണ്ടോൻ. ഈ സത്യനന്ദിക്കാടിൻ്റെ സിനിമ ഇഷ്ടമല്ല എത്ര പേരുണ്ട്? കുറേ പേരുണ്ടാവും അല്ലേ? ഞാനിവിടെ ഇത് പറയാൻ വേറൊന്നുമല്ല, കാരണം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ലെന്ന് പറയുമ്പം നാടും നാട്ടിൻപുറത്തെ ആൾക്കാരും ആ ഒരു പരിസരവും അതൊക്കെയാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ചായയൊക്കെ കുടിച്ച് നല്ല അവസ്ഥയിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ്റെ കോള്. തേങ്ങ പറിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വരണം. വരാമെന്നും പറഞ്ഞു. പക്ഷെ ആദ്യം ഒരു ശങ്കയുണ്ടായിരുന്നു, കാരണം എൻ്റെ വീട്ടു ജോലിയൊന്നും ചെയ്ത് തീർന്നില്ല. അപ്പം ഇപ്പം പോയാൽ എങ്ങനെ ശരിയാവുമെന്ന്. പക്ഷേ എനിക്ക് പോവാതിരിക്കാൻ പറ്റൂല. നമ്മൾ ഓരോരുത്തർക്കും പറ്റരുത്. അങ്ങനെ ഒരു വിളി വരുമ്പം നമ്മളെല്ലാവരും പോയിരിക്കണം. എനിക്കൊരു മെസ്സേജാണ് തരാനില്ല. അങ്ങനെ എൻ്റെ ചങ്ങായിനെ തൊട്ടടുത്ത വീട്ടിൽ പാർക്ക് ചെയ്തു. ഇനി അങ്ങോട്ട് റോഡില്ല കേട്ടോ. നാട്ടിട വഴികളിലൂടെയുള്ള യാത്ര, ദൈവമേ. ഇനി അങ്ങോട്ട് തേങ്ങ പറിക്കുന്ന പരിപാടിയാണ്. തേങ്ങയും ചക്കയും ഒണ്ടോമ്പുളിയും ഇതൊക്കെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മിറ്റവും പരിസരവും. കണ്ണിൽ നിന്നും മറിഞ്ഞു പോകുന്ന നാട്ടിൻപുറ കാഴ്ചകളും പൂക്കളും മഴകളും പുഴകളും. സാഹിത്യം വഴിഞ്ഞൊഴുകുന്നു. ഇതാണ് എൻ്റെ വീട്. ദോണ്ടെ അച്ഛൻ പോകുന്നു, ഇനി ഞാനും കൂടിട്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ കാണിച്ചിട്ട് ഇപ്പം എന്താ കാര്യമെന്ന്. ഇതിലൂടെ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ പല തിരക്കും പറഞ്ഞിട്ട് നമ്മളെ കാര്യം മാത്രം നോക്കിയിട്ട് പോകുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ കുറേ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ ഇല്ലാത്തവരുണ്ടാവും. ഇല്ലാത്തവർ നമുക്കിതിൽ പെടുത്തണ്ട. എനിക്ക് വേണമെങ്കിൽ എനിക്ക് അന്ന് വരാൻ പറ്റൂല, തിരക്കാന്ന് വെച്ചാന്നൊക്കെ കളവ് പറയായിരുന്നു, അല്ലേ, ഒഴിഞ്ഞു മാറായിരുന്നു. പക്ഷേ അത് പറഞ്ഞാൽ നമുക്കൊരു മനസ്സാക്ഷി കുത്തുണ്ടാവൂലേ? നമ്മളത് ചെയ്യുന്നത് ശരിയാണോ? അങ്ങനെ വിളിക്കുമ്പം നമ്മൾ പോവാതിരിക്കാൻ പാടുണ്ടോ? ഇങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാർ ചെയ്യുന്നുണ്ടാവും. ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്കൊരു മെസ്സേജ് ആയിക്കോട്ടെ. പാലിന്റെ പോലും ബ്ലാക്ക് കോഫി, ബ്ലാക്ക് ടീ, ചായ വെക്കാം, പക്ഷെ പാലില്ലാന്ന്. അന്നേരത്തെ ആലോചിച്ചിട്ടുണ്ടായിട്ടില്ല എന്ത് പൊട്ടത്തരന്ന്. വാങ്ങിക്കൊണ്ടെന്നാൽ പോരെ? ആരോടെങ്കിലും ചോദിക്കുമോ നിങ്ങൾക്ക് ചായ ആക്കി തരാം, പക്ഷെ പാലില്ലാന്ന്. ഞാൻ ആദ്യം ഒരു ഒണ്ടോമ്പുളീൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എത്ര പേർക്ക് ഈ ഒണ്ടോമ്പുളി എന്ന് പറഞ്ഞ സാധനം പരിചയമുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആണ് നമ്മുടെ ഒണ്ടോൻ മരം. വർഷങ്ങളെ പഴക്കമുള്ള ഒണ്ടോൻ മുത്തശ്ശനാണ് ഈ പന്തലിച്ച് കിടക്കുന്നത്. പണ്ട് ഊഞ്ഞാലിട്ടാടിയ മരമാണിത്. നൊസ്റ്റു കണ്ടാ, ഇവനാണ് ഒണ്ടോൻ മുത്തശ്ശൻ. ഒണ്ടോമ്പുളി കണ്ടിട്ടുണ്ടോ? ഇതാണ് ഒണ്ടോൻ പുളി. ഇതിങ്ങനെ പഴുത്ത് വീണ് ചീഞ്ഞഴിഞ്ഞ് മൊത്തം വൃത്തിയിടാവും. ഈ നാട്ടിലുള്ളവർക്കൊന്നും ഈ പുളീൻ്റെ ഗുണം അറിയില്ല, അതാ പ്രശ്നം. ഇതിട്ട് മീൻകറി വെച്ചിട്ടുണ്ടല്ല, ഒരു പറ ചോറ് വയ്ക്കാം, അത്ര ടേസ്റ്റാകും. കൊണ്ടോ കണ്ട, എൻ്റെ ദൈവമേ, വീണ് നാശകോശമായി വളപ്പ് മൊത്തം മനരക്കടായിട്ടായിരിക്കും. ഇത് ചവിട്ടി ഞെളിഞ്ഞ് വിളിഞ്ഞ് വേണമെന്നില്ലേ നമുക്ക് നടക്കാൻ വേണ്ടി. ചളക്കോപ്പിളക്കൊന്ന് വീണാൽ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. മഴക്കുഴി, തൊഴിലുറപ്പ് മഴക്കുഴിയാണ് ഈ കാണുന്നത്. ഇതാണ് ഞാൻ നട്ട സാമ്പാർ ചീര. എൻ്റെ സ്വന്തം കൈ കൊണ്ട് ഞാൻ നട്ട സാമ്പാർ ചീര. ഇലക്കറി ഇഷ്ടമുള്ള ആരുണ്ട്? ചീര, മുരിങ്ങയില. ഈ ചീരനെ പല നാട്ടിലും പല പേരാന്ന് പറയില്ലേ. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്നാന്ന് പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്കറിയാലോ ഓരോ നാട്ടിൽ എന്താ ഇതിന് പേര് എന്നുള്ളത്. വീട്ടിൻ്റെ തൊടികൾ നമുക്ക് നൊസ്റ്റ് ഉണർത്തുന്നതാണ്. നോക്കൂ കൂട്ടരെ, കുരുമുളക് വള്ളികൾ പടർന്ന് പന്തലിച്ചു കിടക്കണു.
അതിൻ്റെ ഇടയിലൂടെ ചക്കകൾ കുനുകുനാതെ കിടക്കുന്നു. ചക്കനായിരിക്കും വേണ്ട. ചക്കൻ്റെ വില അറിയണമെങ്കിൽ ഗൾഫിലോട്ട് പോകണം, അപ്പോഴേ ചക്കേൻ്റെ വില അറിയും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ അറിയോ, ഇത് കൊത്താനില്ല പണിയാണ്. ഇത് ഞാൻ 2 കഷ്ണമാക്കാൻ നോക്കിയാണ്ടല്ലോ വെട്ടി കണ്ടം തൊണ്ടാക്കും. 2 കൊത്ത് കൊത്തിയാൽ കൊത്ത് ഒരു 5-6 മുറിയായിട്ട് മാറും. കൊത്താനറിയില്ല, അതാ പ്രശ്നം. ചക്കകൾ പറിക്കുന്നു, പറയുന്നു എന്നെ പറിക്കൂ, ആയിരിക്കും വേണ്ട. കണ്ട പാവങ്ങൾ. തേങ്ങയൊക്കെ പറിച്ച് ഓലയൊക്കെ ഒരു ഭാഗത്തിട്ട് കുരച്ചിൽ, പിന്നെന്താ മറ്റേ പറപ്പാണ് കുരച്ചിലെന്നൊക്കെ പറയും. ദോണ്ടെ ഇതിൻ്റെ പേരാണ് കുരച്ചിൽ, ഇതിൻ്റെ പേരാണ് പാണ്. കുറച്ച് തേങ്ങയും കൂടെ പറക്കിയിടാനുണ്ടെങ്കിൽ അതെല്ലാം പറക്കിയിട്ടു. തേങ്ങ ഉരിച്ചിട്ടെല്ലാം വെക്കുമ്പോഴത്തേക്കും നല്ല മഴ വന്നു, നല്ല 1-ാം നമ്പർ കാറ്റും മഴയും. പിന്നെ പറയണ്ട, മഴ തോരുന്നവരെ നിന്നിട്ടാണ് പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എൻ്റെ താമസ സ്ഥലത്തോട്ട് പോകണമല്ലോ. മഴ പാറലായല്ലോ. പണ്ടത്തെ വീടിൻ്റെ മച്ച് എത്ര പേർക്കറിയാം? ഇതിലേ എണി വെച്ച് കയറിയാൽ നമുക്ക് മച്ചിൻ്റെ മുകളിലെത്താം. മച്ചിൻ്റെ മുകളിൽ ആരൊക്കെ ഉണ്ട്? ചുണ്ടലിയുണ്ട്, പെരിച്ചായ ഉണ്ട്. പെരിച്ചായ ഇല്ല കേട്ടോ, കുറേ എലികളുണ്ട്. എലികളുടെ വീടാണ് നമ്മുടെ മച്ചിൻപുറം. എങ്ങനെയുണ്ട്? മഴ പെയ്യുമ്പോൾ ചറപറാന്നിപ്പം വെള്ളം വരും ഇതിൻ്റെ ഉള്ളിലേക്ക്. ഇതാണ് നമ്മുടെ മച്ച്. ഇനി കുറച്ച് ഫോട്ടോസാണ്, അച്ഛൻ്റെക്കും എൻ്റെക്കും സെൽഫി. അച്ഛാ ആയിട്ടേ സമയം വൈകുന്നേ, പിന്നെ മഴ വന്നാൽ ഞാൻ ആദ്യം കുടുങ്ങിപ്പോവും. അപ്പം മഴയൊന്ന് മാറിയിട്ടുണ്ട്. നേരെ എൻ്റെ താമസ സ്ഥലത്തോട്ട് വിടുക ചെയ്യുന്നത്. കുറച്ച് തേങ്ങയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ നേരെ തൃക്കരിപ്പൂരോട്ട്, ചന്തയിൽ നിന്നും തൃക്കരിപ്പൂരിലേക്കാണ് യാത്ര. ആവുമെന്ന് അറിയില്ല, അപ്പത്തേക്ക് വരാം. അപ്പം ശരി കേട്ടോ, സമയം. അടുത്തൊരു വീഡിയോയിൽ സന്ധിക്കും വരേക്കും വണക്കം. ബൈ അച്ചു.